ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പം നമുക്ക് ഇതിലൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. പ്രത്യേകിച്ചും ഫിസിക്സിലും മാത്സിലുമാണ് കൂടുതൽ പ്രോബ്ലംസ് വരാറുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള തെറ്റുകൾ വരാറുണ്ട്. ഇതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഈ ഫീഡ്ബാക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്ക്രീൻ വരും, അതൊന്ന് നോക്കിക്കോളുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫിസിക്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ച് ഒന്ന് മനസ്സിലാക്കുക. നോക്കിക്കേ, ഒരു ബോഡി ഉണ്ട്, മാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആക്സലറേഷൻ ഉണ്ട്, അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഗിവൺ ഡേറ്റ എടുത്തെഴുതുക എന്ന് പറയുന്നതാണ്. ഗിവൺ ഡേറ്റ എടുത്തെഴുതുക. മാസ് എം എത്രയാ, 500 ഗ്രാം. SI യൂണിറ്റ് ആണോ? അല്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്തിട്ട് SI യൂണിറ്റിലോട്ട് ആക്കണം. അതാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത്. 500 ഗ്രാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, SI യൂണിറ്റ് കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 0.5 കിലോഗ്രാം എന്ന് വരും. അടുത്ത ക്വാണ്ടിറ്റി ഏതാണ്? ആക്സലറേഷൻ തന്നിട്ടുണ്ട്, A ആണെന്ന് നമുക്കറിയാം. എത്ര തന്നിരിക്കുന്നത്? 200 cm/s². കൺവേർട്ട് ചെയ്യണം, തീർച്ചയായിട്ടും കൺവേർട്ട് ചെയ്യണം. എത്രയാ? m/s² ആണ് ആക്സലറേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കേ. അപ്പോൾ എത്ര വരും? 2 m/s² എന്നാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അതും എഴുതുക. പിന്നെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്? വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, 8 m/s², 8 m³ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. SI യൂണിറ്റ് തന്നാണ് തന്നിരിക്കുന്നത്. മാസ് കിട്ടി, ആക്സലറേഷൻ കിട്ടി, വോളിയം കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് ആണ് അല്ലേ? ഫോഴ്സ് അറിയത്തില്ല. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് F = ma എന്ന് പറയുന്ന ആ ഇക്വേഷൻ എഴുതുക. മാസ് ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. വേറെ പ്രശ്നമോ ഡൗട്ടോ കൺഫ്യൂഷനോ ഒന്നും അവിടെ ഇല്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊരു ഡെമോ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, മാസ് നമ്മൾ എഴുതി, ആക്സലറേഷനും എഴുതാമല്ലോ. ആക്സലറേഷൻ എഴുതി, ആൻസർ എത്ര കിട്ടും? 1 N എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്ത രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൺവേർഷനാണ്. നമ്മൾ മാസിനെയും കൺവേർട്ട് ചെയ്തു, ആക്സലറേഷനെയും കൺവേർട്ട് ചെയ്തു. ആക്സലറേഷനെ cm/s² m/s² കൺവേർട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവർ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം തെറ്റായ ഒരു ആക്സലറേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സംഭവിക്കാറുണ്ട്, പലർക്കും സംഭവിക്കാറുണ്ട്, എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ വോളിയം തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വോളിയം തന്നിരിക്കുന്നത്? ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് തന്നിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് തെറ്റിക്കാനായിട്ട് നോക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരെ ഫീഡ്ബാക്ക് ബുക്കിലേക്ക് പോകാം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, അവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബുക്കിലോട്ട് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ യൂണിറ്റ് കൺവേർഷനിലാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നതെങ്കിൽ ഞാനവിടെ എന്ത് ചെയ്യുക, യൂണിറ്റ് എറർ എന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അതല്ല, പലർക്കും പല രീതിയിൽ എറർ വരാം. വേറൊരാൾക്ക് ചിലപ്പോൾ എറർ വന്നിരിക്കുന്നത് കാൽക്കുലേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, കാൽക്കെറർ ഒരു ചെറിയൊരു ഇതാണ്. വേറൊരാൾക്ക് ഏത് ഇക്വേഷൻ ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിലാണ് എറർ വന്നത്. അപ്പോൾ ഇക്വേഷൻ എറർ എന്ന് എഴുതുക. ഇങ്ങനെ നമുക്ക് വന്ന എറർ ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഈ രീതി ചെയ്യുമ്പം നമുക്ക് മിസ്റ്റേക്ക് ഒന്നും വന്നില്ലെങ്കിൽ നമ്മളൊന്നും എഴുതണ്ട. പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് എഴുതുക. അങ്ങനെ ചെയ്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10 വേണ്ട, ഒരു 50 ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ ചെയ്തു തന്നിരിക്കുക. പല ഡിഫിക്കൽറ്റി ലെവൽസ് ഉള്ള പല ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഈ 50 ക്വസ്റ്റ്യൻ ചെയ്തതിൽ നമുക്ക് ഒരു 25 ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റായി കിട്ടി എന്ന് വിചാരിക്കുക. ഒരു കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് ഒന്നും എഴുതണ്ടല്ലോ, കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും നോക്കുകയോ വേണ്ട. പക്ഷേ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിലാണ് നമുക്ക് എറർ വന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നോട്ട് ചെയ്യണം. 5 ക്വസ്റ്റ്യൻസ്, ബാക്കി 5 ക്വസ്റ്റ്യൻസ് എവിടെയാണ്? കാൽക്കുലേഷനിലാണ് നമുക്ക് എറർ വന്നത്. നോട്ട് ചെയ്യണം, തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം. ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, അതായത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിലാണ് എറർ വന്നത്. ബാക്കി ഒരു 3 ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എറർ. അങ്ങനെ പല രീതിയിലുള്ള എററുകൾ നമുക്ക് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പാറ്റേൺ കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് വരുത്തുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇക്വേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിലോ, അല്ലെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിലോ, അല്ലെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നതിലോ ഏതെങ്കിലും രീതിയിലായിരിക്കും.
ഇങ്ങനെ നമുക്കൊരു പാറ്റേൺ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും കിട്ടത്തില്ല കേട്ടോ. കുറേ ദിവസങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കോൺഷ്യസ്ലി നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കാര്യം ഉണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ട് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ കണക്ക് ചെയ്യുന്നതിലായിരിക്കും എനിക്ക് എപ്പോഴും തെറ്റ് വരാൻ സാധ്യത. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആ തെറ്റുകൾ എല്ലാം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു പോയിന്റ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ കിടക്കണം. എനിക്ക് കണക്ക് ചെയ്യുന്നതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ സംഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ തെറ്റ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഫീഡ്ബാക്ക് ബുക്കിൻ്റെ ഒരു കാര്യം. നിങ്ങളിൽ പലരും ഇത് കീപ്പ് ചെയ്യുന്നവരായിരിക്കത്തില്ല. പക്ഷേ ഇന്ന് തൊട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ ഒക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ബുക്ക് കീപ്പ് ചെയ്ത് നോക്കിക്കോളൂ. ഇത് എല്ലാ കുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈവൻ ഹൈസ്കൂൾ കുട്ടികൾ തൊട്ട് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്ന് കീപ്പ് ചെയ്ത് നോക്കിക്കേ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യണം. കൃത്യമായ ഒരു റിസൾട്ട് നമുക്കതിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ടിപ്പുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.